ഡോക്ടർമാർക്ക് പുല്ല് വില അല്ലേ നീ കൊടുക്കുന്നേന്നാ? മരത്തേന്ന് വീണതാണേ, കേട്ടില്ല. 10 രൂപ എടുത്ത് നട്ടലിന് പൊട്ടില്ല. എഴുന്നേറ്റ് നടക്കയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നട്ടല ഒരിക്കലും നടക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്ന ഡോക്ടർ. അഭിനേത്രി കുറഞ്ഞു പോയി. എവിടെയാ ചികിത്സ ചെയ്യുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജില് ആൽബിൻ ഡോക്ടർ ആയിരുന്നു. എത്രയിടത്ത്? കോട്ടയത്തുള്ള ആൽബിൻ ഡോക്ടറെ നിങ്ങളിത് കാണുന്നുണ്ടോ? നട്ടല്ലേ ഇത് സംസാരിക്കുവോ? എത്രയിടത്ത് പൊട്ടിയിട്ടുണ്ട്? 15-16 അടുത്ത് പൊട്ടിട്ടെന്ന് പറഞ്ഞു. 16 അടുത്ത് പൊട്ടിയിട്ടുണ്ട് മരത്തിന്റെ മുകളിൽ വീണിട്ട്. കോട്ടയത്തുള്ള ഏതെങ്കിലും ആൽബിൻ ഡോക്ടർമാര് ഇങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. 16 ഇടത്ത് പൊട്ടിയിട്ടുണ്ട് നട്ടല്ലേ. ഇവിടെ വന്നേ പിന്നെയാണ് ഓർമ്മയില്ലായിരുന്നു. സൗര കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞു. സൗര കാല് പൊക്ക്, ചലിപ്പിക്ക്, കാല് മറ്റേ കാല് ചലിപ്പിക്ക്, ഈ കാല് പൊങ്ങട്ടെ. വീഴ്ചയ്ക്ക് ശേഷം കാല് ചലിച്ചിട്ടില്ല. ഇല്ല. ചാടി എഴുന്നേക്ക്. നന്ദി. കൈ ഉയർത്ത്. മൊത്തം കെട്ട് കഴിച്ചു. ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ആ ബാധ ഒഴിഞ്ഞു പോകുന്നേ. കമ്പി വെച്ച ബെൽറ്റ് ഒരിക്കലും അനങ്ങാതിരിക്കാൻ. സ്റ്റെപ്പ് വെച്ച് വഴി കൊടുത്തേ. ആരും പിടിക്കണ്ട. മുണ്ട് മടക്കി കൊടുക്ക. കരമടിച്ച് യേശുവേ എന്ന് വിളിച്ച് തിരിച്ചു വാ. ഓടുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ നടക്ക്. ആ സാധനം എല്ലാം കൊടുത്തു വിട് വേണമെങ്കിൽ. എന്തിനാടാ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം MBBS-നും മറ്റേ നഴ്സിംഗിനും എല്ലാം പോകുന്നു? ഇങ്ങനത്തെ ഒരാൾ കല്യാണം കഴിച്ചിട്ട് 2-3 പിള്ളേർ ഇതുപോലെ ഉണ്ടാക്കുക. എന്നിട്ട് ആ പിള്ളേരൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ രോഗികൾ നടു പൊട്ടിയിട്ടും കാൽ ഒടിഞ്ഞിട്ടും കൈ ഒടിഞ്ഞിട്ടും വരുന്നവരടുത്ത് പോവുക.